അങ്ങനെ മറ്റൊരയ്യപ്പൻ കൂടി യാത്രയായിരിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നൊന്നായി നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നിതാ ഒരു കൊമ്പൻ കൂടി. മഴവിൽക്കൊടി അഴകുവിടർത്തിയ ഉത്സവപ്പറമ്പുകളിലെ ആവേശം ഈരാറ്റുപേട്ട അയ്യപ്പൻ ഇനി ഓർമ്മകളിൽ. ആനകളിലെ നാട്ടാന സൗന്ദര്യത്തിൻ്റെ പുത്തൻ പ്രതിരൂപം, അഴകിൻ്റെ മഴവിൽക്കാവടി, ഐരാവതസ്സമൻ, രാജഹസ്തിന കൗസ്തുഭം, ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന വിശേഷണങ്ങൾ ഇനി പറയാൻ അയ്യപ്പൻ ഇല്ല എന്ന വലിയ ദുഃഖസത്യം ആനപ്രേമികളെ ഏറെ സങ്കടപ്പെടുത്തുന്നു. ആനക്കേരളത്തിൻ്റെ നികത്താനാവാത്ത നഷ്ടങ്ങളിൽ ഒന്ന്. പാല ഈരാറ്റുപേട്ടയിൽ ഉടമസ്ഥൻ്റെ സ്വന്തം തറയിൽ വെച്ചാണ് കൊമ്പൻ ചരിഞ്ഞത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പലതരം അസുഖങ്ങളിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു അയ്യപ്പൻ. 3 ദിവസം മുൻപ് ആന കുഴഞ്ഞു വീണതിനെ തുടർന്ന് അടിയന്തര ചികിത്സയിലായിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആനയ്ക്ക് കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ അസ്വസ്ഥതകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുകയും തുടർന്ന് ഇന്ന് രാവിലെ ചെരിയുകയുമായിരുന്നു. ഏകദേശം 55 വയസ്സിനോടടുത്ത് പ്രായമുണ്ടായിരുന്നു. കോടനാട് ആനക്കേന്ദ്രത്തിൽ നിന്നും അവസാനം പൊതുലേലത്തിലൂടെ പരവൻപറമ്പിൽ കുടുംബക്കാർ നേരിട്ട് വാങ്ങുകയായിരുന്നു അയ്യപ്പനെ. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ എല്ലാ പ്രധാന ഉത്സവങ്ങളിലും ആനക്കമ്പക്കാർ ഏറെ ആവേശത്തോടെ കൊണ്ടുവരാറുള്ള ആനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. മാത്രവുമല്ല, നിരവധി ആരാധകരുള്ള കൊമ്പൻ കൂടിയായിരുന്നു. പൊതുവെ ശാന്തപ്രകൃതനായിരുന്നു. ഐരാവതസമൻ, ഗജരാജം, ഗജരത്നം, ഗജോത്തമൻ, കളഭകേസരി, തിരുവിതാംകൂർ ഗജശ്രേഷ്ഠൻ എന്നീ നിരവധി പട്ടങ്ങൾ അയ്യപ്പന് ലഭിച്ചിട്ടുണ്ട്. കോടനാട് ആനക്കളരിയിലെ അവസാന ലേലം വിളിയിലൂടെ പിടിച്ചെടുത്ത ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ വെള്ളൂർകുന്നേൽ വീട്ടിലെത്തിയ ആരാം എന്ന കൊച്ചു കൊട്ടിക്കുറുമ്പനാണ് പിന്നീട് ആനപ്രേമികളുടെ കണ്ണും കരളും മോഹിപ്പിക്കുന്ന വശ്യസൗന്ദര്യമായ ഈരാറ്റുപേട്ട അയ്യപ്പനായി മാറിയത്. 1977 ഡിസംബർ 20 ലേലത്തിൽ പിടിക്കുമ്പോൾ അയ്യപ്പന് 5 അല്ലെങ്കിൽ 7 വയസ്സിനോടടുത്ത് മാത്രമായിരുന്നു. നാടൻ ആനകളിലെ സൗന്ദര്യ താരമായിരുന്നവൻ. ലക്ഷണങ്ങൾ നോക്കിയാലും ആർക്കും കണ്ണെടുക്കുവാൻ തോന്നില്ലായിരുന്നു.